ഇതിനുമ്പ് സിയോങ്ങ കണ്ട പ്രേതമാണ് ഇപ്പൊ അവിടെ ഗിന്നു വരുന്നിട്ട് ഇവൻ ആക്രമിക്കാൻ വേണ്ടി തയ്യാറാകും. കാരണം ഇവൻ പെട്ടെന്ന് മരിക്കാൻ പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എല്ലാ പ്രേതം ഇവനെ കൊല്ലാനും നോക്കുന്നത്. അതുകൊണ്ട് മുകളിലത്തെ ബാനർ വീഴ്ത്തി ഇവനെ കൊല്ലാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് കാണുന്ന അവനും അത് വലിയ കാര്യമായിട്ട് എടുക്കാതെ അവനെ തന്നെ പേടിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നടന്നു വന്നോണ്ടിരിക്കും. അതേസമയം ആ വഴി കൂടെ വരുന്ന സിയോങ്ങയാണ് ഇവൻ ഡേഞ്ചർ ഇരിക്കുന്നിട്ട് അവൻ എങ്ങനെയൊക്കെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഓടി അവന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ഇത് കണ്ട് അവനും പേടിച്ചുപോയി ഇവൾക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അവള് സുരക്ഷയായിട്ട് നിർത്തും. അങ്ങനെ അവസാനം രണ്ടുപേരും ജസ്റ്റ് മിസ് ആ പ്രേതത്തിന്റെ അടുത്ത് രക്ഷപ്പെടുമ്പോഴാണ് അവൻ എന്തെങ്കിലും പറ്റിയാൻ ചോദിക്കും. അപ്പോഴാണ് അവനും എനിക്കൊന്നും പറ്റില്ല, പക്ഷെ നീ എന്തിനാ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി വന്ന്? നീ എപ്പോഴും ഇങ്ങനാണോ? ഇങ്ങനെ ചാടി വന്ന് രക്ഷിക്കുന്നതൊക്കെ മണ്ടത്തരെന്നാ ഞാൻ പറയുന്നത്. ഏതിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം വീട്ടിൽ പോയതിനു ശേഷം ഇവളും തീരുമാനം എടുക്കും എന്തായാലും ഗിന്നുനെ രക്ഷിക്കാൻ വേണ്ടി ഇവള് തയ്യാറായിരിക്കുമെന്ന്. അങ്ങനെ അതുകൊണ്ട് ഇവളൊരു വേറെ ഷാമനെ കാണാൻ വേണ്ടി ഇവളന്ന് ബസ് കയറി പോകും. കാരണം ഇവൾക്ക് ഇവളുടെ അമ്മയെക്കാളും നല്ലോണം മന്ത്രം എഴുതാറിയുന്ന ഒരു ഷാമനുണ്ട്. അങ്ങനെ അങ്ങേരെ കാണാൻ വേണ്ടി ഇവളിപ്പോ പോയേക്കുന്നത്. പക്ഷെ അയാൾക്കാണ് ഇവളുടെ അമ്മയെ ഒത്തിരി പേടിയാണ്. കാരണം അവരുടെ ഇരിക്കുന്ന ശക്തിയുള്ള വാളും കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അമ്മ അറിയാതെ ഇവൾക്ക് മന്ത്രം എഴുതുന്ന സഹായിക്കത്തില്ലെന്ന് പറയുമ്പം അവളാണ് ഒരു കെട്ട് പൈസ എടുത്ത് വെച്ചിട്ട് ഇപ്പൊ എന്താ പറയുന്ന അറിഞ്ഞ് അയാളോട് ചോദിക്കും. അതോടെ അയാൾ മൊത്തത്തിൽ വീണുപോയിട്ട് എങ്കിൽ പിന്നെ ആദ്യമേ പൈസ എല്ലാം എടുത്തു വെക്കേണ്ട മോളെന്ന് പറഞ്ഞിട്ട് കുറെ മന്ത്രം എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോന്നും കണ്ടിട്ട് അവളും നിങ്ങളുടെ എഴുത്തുകളെല്ലാം പേപ്പറിന്റെ പുറത്തോ എന്ന് പറഞ്ഞ് അവൾ കുറെ പ്രാവശ്യം അങ്ങേരെ കൊണ്ട് എഴുതിപ്പിക്കും. അങ്ങനെ രാത്രി ഫുള്ളും ഇവൾ ആ മന്ത്രം എഴുതിക്കൊണ്ട് തിരിച്ചു വരുമ്പോ തന്നെ താമസിക്കും. അതുകൊണ്ട് അടുത്ത ദിവസം ഇവള് സ്കൂളിലേക്ക് വരുന്ന അതേ സമയം ഇന്നലെ ആ വാട്ടർ ഗോസ്റ്റിനെ കണ്ട് പേടിച്ച അവനാണ് ഇപ്പൊ ആംബുലൻസിൽ പോകുന്നതാണ്. പക്ഷെ പിള്ളേരെല്ലാരും കൂടെ ഇവൻ ബാത്റൂമിൽ ബോധം കെട്ട് വീണെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ സത്യം അവനെ പ്രേതം ആക്രമിച്ച് അതിനുശേഷം ഇവിടെ ഇവളും ക്ലാസ്സിലേക്ക് വന്നിട്ട് ഇവന്റെ അടുത്തേക്ക് വന്ന മന്ത്രങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുമ്പം ഇന്നലെ ഇവൾ ഉറക്കില്ലാതിരുന്നോണ്ട് പെട്ടെന്ന് ബോധം കെട്ട് അവിടെ തന്നെ വീണു. അപ്പോഴാണ് ഇത് കാണുന്ന ജീഹോ അവളെ സംരക്ഷിച്ച് അവളെ ചെന്ന് ക്ലിനിക്കിലാക്കുന്നത്. എന്നിട്ട് അവനും ഇവൾക്കിതെന്തോ വട്ടാണെന്ന് പറഞ്ഞ് ഒരു പേപ്പർ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പം ഇതിനുമ്പ് ഇവനെ വാങ്ങി നോക്കിക്കൊണ്ടിരുന്ന പെമ്പിള്ളേരെല്ലാരും കൂടെ ജീഹോയ്ക്ക് വേണ്ടി കുറെ ലെറ്ററൊക്കെ എഴുതി ഇവന്റെ കൊടുത്തോണ്ടിരിക്കും. അതുകൊണ്ട് അവനും നിനക്കൊക്കെ വേറെ പണിയില്ലോടെ എന്ന് പറഞ്ഞിട്ട് അവൻ ആ പേപ്പറൊക്കെ ഷെയർ ചെയ്തോണ്ടിരിക്കും. പക്ഷെ ഇവിടെ ഗിന്നു ആണ് ആ പേപ്പർസ് എല്ലാം കണ്ടിട്ട് അവൻ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ അതൊക്കെ എടുത്ത് വേസ്റ്റിനകത്ത് അങ്ങ് ഇടും. അപ്പോഴാണ് ഇത് കണ്ട് അവര് മൊത്തത്തിൽ അങ്ങ് ഷോക്കായി പോകും. അങ്ങനെ വൈകിട്ട് എല്ലാവരും വീട്ടിൽ പോയതിനു ശേഷം ഇവൾ ഇപ്പോഴായിരിക്കും ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത്. അപ്പോഴാണ് അടുത്തിരിക്കുന്ന പേപ്പർ ഉണ്ട്. ഇവളത് വായിച്ചു നോക്കുമ്പം ജീഹു ഇവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കത്തോണ്ട് ആ വീട്ടിൽ പോയെന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കും. അങ്ങനെ അതും വായിച്ച് അവൾ വീട്ടിലേക്ക് ചെന്നിട്ട് ഇന്ന് ആ മന്ത്ര പേപ്പർ കൊടുത്ത് ഞാൻ ഷാമനോളം സത്യം ഗിന്നിനോട് പറയാൻ വേണ്ടിയിരുന്ന, പക്ഷെ ആ ചാൻസ് ഇപ്പൊ പോയി. ഇനിയിപ്പൊ ഞാൻ എങ്ങനെ ഇത് പറയും എന്ന് ഇവൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പം മറ്റേ ആന്റിയാണ് ഇവളെ കുറിച്ചുള്ള സത്യം ആരും അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ ഇവൾ ആഗ്രഹിച്ചേന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അതൊക്കെ എന്റെ ക്ലയൻസിന് വേണ്ടിയാ, പക്ഷെ ഇതെന്റെ ലവറായി പോയില്ലേ, ലവിൽ സത്യങ്ങളൊന്നും മറച്ചു വെച്ചോടാ. നിങ്ങൾ ഈ സ്പൈഡർമാൻ ഒന്നും കണ്ടിട്ടില്ലേ, അവൻ MJ കിസ് ചെയ്തപ്പോ അവന്റെ മാസ്ക് ഊരി. എന്നിന് ഇവൾ പറയുമ്പോഴാണ് ആന്റിയും മോളെ സിനിമയിൽ പകുതി മാസ്കേ വരത്തുള്ളൂ, നീ ചുമ്മാ ഞാൻ അടിച്ചോണ്ടിരിക്കാതെ ഈ സത്യം നിന്റെ അമ്മ അറിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. എന്നിന് ഇവര് വാൺ ചെയ്യുമ്പോഴാണ് അവൾ അമ്മ എന്ത് പറഞ്ഞാലും അവൻ എന്തെങ്കിലും രക്ഷിക്കുക ഇവളെ തീരുമാനിച്ചെന്നറിയും. അപ്പോഴാണ് കറക്റ്റ് അതേസമയം ഇവളുടെ ആ മന്ത്ര പേപ്പർ വാങ്ങിക്കാൻ വേണ്ടി അവന്റെ അമ്മ മാത്രമേ അവിടെ കരുത്തുള്ളൂ. അതുകൊണ്ട് ഇവള് മൊത്തം ഞെട്ടിപ്പോയി നിങ്ങളുടെ പേരക്കുട്ടി എന്തേന്ന് പറഞ്ഞ് അവരോട് ചോദിക്കും. അപ്പോഴാണ് അവൻ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും വരത്തില്ല, അന്ന് എന്നെ ഫോഴ്സ് ചെയ്ത അവന് വിളിച്ചോണ്ടെന്ന് അറിയും. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും ഇവരുടെ തന്നെ തരാൻ പറയുമ്പം അവളും പെട്ടെന്ന് സോറി അമ്മമ്മേ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവനെ കണ്ട് നേരിട്ട് തന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ തീരത്തുള്ളൂ, സോ അവൻ ഇവരെ തന്നെ വരണം. ഏതിന് ഇവളും പറയുമ്പം അമ്മമ്മയെ ഫോൺ വിളിച്ച് അവനെ വിളിച്ചൊരുത്തും. അപ്പോഴാണ് അവൻ വരുന്നിട്ട് ഇവളും ഗിന്നു നീ ഈ തവണ തലതിരിഞ്ഞ് വരുമ്പം നിന്റെ ദേഹം ഫുള്ളും വെള്ളമാണല്ലേ, അതിനർത്ഥം നീ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോവാണ്. എന്നിന് അവള് ഷോക്കായിരിക്കും. കാരണം മുമ്പത്തെ പോലെയല്ല ഇവന്റെ അവസ്ഥ. ഇവനിപ്പൊ മരിക്കാൻ ഒരൊറ്റ ദിവസമേ ഉള്ളെന്ന് ഇവൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇവൻ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ മന്ത്ര പേപ്പറൊക്കെ ഇവന്റെ കൈ വെച്ചോളാൻ പറയുമ്പോൾ പെട്ടെന്ന് അവനും തിരിച്ച് ഇതിന് എത്ര വില ചോദിക്കും. കാരണം അവൻ ഇതൊന്നും വിശ്വാസമില്ലാത്തോണ്ട് പൈസയ്ക്ക് വേണ്ടി ഇവള് ചുമ്മാ നാടൻ കളിക്കാന്ന് വിചാരിക്കുന്നത്. അപ്പോഴാണ് അവളും ഒരു ഇവനോട് ഫ്രീ ആന്ന് പറഞ്ഞ പിന്നെ ഇവന് സംശയം വരുമെന്ന് പറഞ്ഞിട്ട് ഇവൾ എന്താണെന്ന് അറിയാതെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ അവനിത് എത്ര ലക്ഷം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാമോന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടും. കാരണം ഇതിനു മുമ്പ് കുറെ പ്രാവശ്യം ഇവൻ ഇതേപോലെ പറ്റിച്ചിട്ടുള്ള കുറെ ആൾക്കാർ. അതുകൊണ്ട് ചുമ്മാ പൈസയ്ക്ക് വേണ്ടി വെറുതെ പറ്റിക്കാൻ നോക്കല്ലെന്ന് പറഞ്ഞ് അവന് നാണമാനുന്നില്ലെന്ന് പറഞ്ഞ് ഇവളെ വഴക്ക് പറയുമ്പം ഇത് കേട്ട് അവള് ദേഷ്യത്തി നീ എന്തോടാ വിചാരിച്ചെന്ന് പറഞ്ഞ് അവനോട് ചൂടായിട്ട് ഇവന് വിശ്വാസം ഇല്ലെങ്കിൽ പോലും അവസാനമായിട്ട് ഇവള് പറയുന്ന പോലെ കേട്ട് നടന്ന ഇവന് നഷ്ടമൊന്നും സംഭവിക്കത്തില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ഇപ്പം നിന്നെ വിശ്വസിച്ചില്ലെങ്കിൽ അവന്റെ സന്തോഷം മാത്രം ഇല്ലാതാകത്തുള്ളൂ. ഇവളെ വിശ്വസിച്ചു പോയാൽ ചിലപ്പോൾ അവന്റെ സന്തോഷവും പൈസ ഇല്ലാതായി പോകാന്ന് അറിഞ്ഞിട്ട് അവന്റെ
അമ്മമ്മയെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവൻ പോയതിനു ശേഷം ഇവള് റൂമിൽ ഇരുന്നോണ്ട് ഇനി തൊട്ട് കോളേജിൽ പോകുന്നതല്ല എന്റെ ഡ്രീം, ഈ 21 ദിവസം അവനെ പ്രേതങ്ങളുടെ അടുത്ത് നിന്ന് രക്ഷിക്കുന്ന എന്റെ ഡ്രീം എന്ന് പറഞ്ഞ് അവളുടെ ഗോള് മാറ്റും. അങ്ങനെ ഇനി വരുന്ന 3 ആഴ്ച മാത്രം അവനെ സംരക്ഷിച്ചാൽ മതി, പിന്നെ അവന്റെ ഡേഞ്ചർ എല്ലാം കൂടെ പോകും. അതുകൊണ്ട് അടുത്ത ദിവസം ഇവളും അവൻ ഇന്നലെ വെള്ളത്തിൽ വീണ് മരിക്കാൻ പോകുന്ന മനസ്സിലാക്കി ഇവള് അടുത്ത വല്ലതും കടലോ കായലോ എല്ലാം ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഗൂഗിളിൽ കുറെ സ്ഥലങ്ങൾ ഇങ്ങനെ കാണിക്കും. അങ്ങനെ ഈ സ്ഥലത്ത് ഏത് സ്ഥലത്തായിരിക്കും അവൻ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇവളിവിടെ കൺഫ്യൂസ് ആയിരിക്കുമ്പം ഇത് കാണുന്ന ജീഹോ ആണ്, ഓ നീ ആ പുതിയ പയ്യനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്കിൽ പിന്നെ നീ അവനെ സഹായിക്കാൻ ആഗ്രഹിക്കുവാണ്. നമ്മുടെ ക്ലാസ്സിൽ ആ ബാത്റൂമിൽ ബോധം കെട്ടി വീണ പയ്യനില്ലേ, അവനും സഹായിക്കടി, അവൻ ഏതോ പ്രേതത്തിനെ കണ്ട് പേടിച്ചു എന്ന് തോന്നുന്നു, ഇന്നലെ അവൻ ആംബുലൻസിൽ പൊക്കിയെടുത്തോണ്ടോയെ. എന്നിന് ഇവനും പറയുമ്പം അവളാണത് വിശ്വസിക്കത്തില്ല, ഒന്ന് പോയെ, അവന് എനർജി ഇല്ലാത്തതുകൊണ്ട് അവൻ ചിലപ്പം ബോധം കെട്ടി വീണതായിരിക്കും, കൂടാതെ എൻ്റെ ഈ അധികം മാന്ത്രിക പേപ്പറൊന്നും ഇല്ല, അതുകൊണ്ട് വെറുതെ അവൻ്റെ അടുത്ത് കൊടുത്ത് വേസ്റ്റ് ചെയ്യാതെ എൻ്റെ ഹാൻസമായ ഗിന്നുവിന് മാത്രം കൊടുക്കാൻ പോവാ. എന്നിന് ഇവളും പറയുമ്പം ഇത് കേട്ട് ജീഹോ ഷോക്കായിട്ട് നിനക്ക് ഒട്ടും തന്നെ മനസാക്ഷി ഇല്ലടി എന്ന് പറഞ്ഞ് അവനും പറഞ്ഞുകൊണ്ടിരിക്കും. അതിനേശം ഇവളും ഗിന്നു അറിയാതെ എങ്ങനെയൊക്കെ ഈ മാന്ത്രിക പേപ്പർ അവൻ്റെ അടുത്ത് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പം ഇവളാണ് പുറത്ത് മതില് ഫുള്ളും നനഞ്ഞിരിക്കുന്ന ഒരു കൈപ്പാട് കാണും. അങ്ങനെ ഇത് കണ്ട് ഇവള് ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്ന അവൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഏതോ ഒരു പ്രേതം ഉണ്ടെന്ന്. അങ്ങനെ അത് നേരെ ആണുങ്ങളുടെ ബാത്റൂമിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് മിക്കവാറും വെള്ളത്തിൽ മുങ്ങിയാലേ മരിക്കാൻ പോകുന്ന ആ വെള്ളത്തിലുള്ള പ്രേതം കാരണം മരിക്കാൻ പോകുന്നതെന്ന് ഇവൾക്ക് മനസ്സിലാവും. അങ്ങനെ ക്ലാസ്സും കെട്ട് ചെയ്തിട്ട് അവള് ഇവിടെ ക്ലീനിങ് നടക്കുന്ന ഒരു ബോർഡ് വെച്ചിട്ട് ആ പ്രേതത്തിനെ കാണാൻ വേണ്ടി ഇവൾ ആണുങ്ങളുടെ ബാത്റൂമിലേക്കും കയറിപ്പോകും. അവരാണ് കറക്റ്റ് ഇവളെ കണ്ട് ആ പ്രേതം ആക്രമിക്കാൻ വേണ്ടി വരുമ്പം ഇവൾ ആ പ്രേതത്തിന് പിടിച്ചടിച്ചിട്ട് നിനക്കെന്തോ മരിക്കണം, എന്നെ തന്നെ ആക്രമിക്കാൻ വരുന്നല്ലേ എന്നിനാ പ്രേതത്തിനെ ഇരുത്തി വഴക്കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പേരാണ് ആ പ്രേതവും ഞാൻ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നെന്ന് പറയുമ്പം ഇവളും പേടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ മനുഷ്യർ എനർജിയൊക്കെ ഊറ്റിയെടുത്ത് അവരെ കഴിച്ച് തിന്നാൻ വേണ്ടിയല്ലേ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞ് ഇവളുടെ പ്ലാൻ എല്ലാം അവള് മനസ്സിലാക്കും. അങ്ങനെ അതുകൊണ്ട് ഇനി മനുഷ്യരെ ശല്യപ്പെടുത്തായിരുന്ന ഇവള് തന്നെ സ്വർഗത്തിൽ പോകാൻ സഹായിക്കാന്ന് പറയുമ്പം ആ പ്രേതം ഇവളുടെ അടുത്ത് പിങ്കി പ്രോമിസ് ചെയ്യും. അതിനെ ഇവളെങ്കിൽ പിന്നെ ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ഇവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് പയ്യന്മാര് ബാത്റൂമിലേക്ക് വരും. അതുകൊണ്ട് ഇവള് പേടിച്ച് ഇനി എങ്ങനെ പുറത്തേക്ക് പോകുന്ന പറഞ്ഞ് അവിടെ ഇരിക്കുമ്പം ഇവിടെ അവന്മാരും ടീച്ചേഴ്സ് അറിയാതെ സിഗരറ്റ് അടിക്കാൻ വേണ്ടി വന്നേ. അപ്പോഴാണ് അവിടുത്തെ ബാത്റൂം ആരാണ്ട് അടച്ചിട്ടേക്കുന്നുണ്ട്, ആരാടെ അകത്തുള്ളെന്ന് പറഞ്ഞ് ഇവന്മാര് പുകയൊക്കെ അകത്ത് ഊതിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവള് മൂക്കും പൊത്തിക്കൊണ്ട് ഇവന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആലോചിച്ചോണ്ടിരിക്കുമ്പം കറക്റ്റ് അതേസമയം ഗിന്ന് അവിടെ കയറി വരും. അതോടെ ഇവന്മാര് 3 പേരും കൂടാണ് ഇത്ര ഹാൻസം ആയിട്ട് നിനക്ക് ലൈഫ് അടിപൊളിയായിട്ട് പോകുമായിരിക്കും എന്ന് പറഞ്ഞ് അവന്മാരൊക്കെ കളിയാക്കും. അപ്പോഴാണ് അവനും എന്റെ ലൈഫ് അത്രയ്ക്ക് അടിപൊളിയായിട്ടൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞ് അവന് സംഘടിത പറഞ്ഞിട്ട് നടക്കും. അപ്പോഴാണ് ഇവൻ വന്നുടനെ പെട്ടെന്ന് ആ പ്രേതം മൊത്തത്തിൽ എവിലായിട്ട് അവന്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലും. കാരണം ഇവന്റെ അടുത്ത് നിന്ന് കുറെ എനർജി ഊറ്റാൻ ആ പ്രേതത്തിന്റെ കൊണ്ട് ഇപ്പൊ പറ്റും. അതുകൊണ്ട് അവന്റെ മുകളിൽ കയറിയിരുന്ന് ഗിന്നുവിനെ ഇപ്പൊ കൊല്ലാൻ നോക്കുമ്പോഴാണ് ഇത് കാണുന്ന അവളാണ് അകത്തിരുന്ന് പേടിച്ച് കണ്ടോണ്ടിരിക്കും. കാരണം ഇവൾക്കിപ്പോ രക്ഷിക്കണമെങ്കിൽ പുറത്തിറങ്ങി വന്നേ പറ്റത്തുള്ളൂ. പക്ഷെ അതേസമയം അവന്മാര് 3 പേരും കൂടെ അവിടെ നിൽപ്പുണ്ട്. ഒരേ ഇവള് പുറത്ത് പോയില്ലെങ്കിൽ ആ പ്രേതം ഇപ്പൊ തന്നെ ഗിന്നുവിന്റെ എനർജി മൊത്തത്തിൽ എടുത്ത് അവനെ കൊല്ലും. അതുകൊണ്ട് എന്ത് നടന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ചെന്ന് അവളുടെ ഒരു മന്ത്ര പേപ്പർ അവിടുത്തെ ഓസിനകത്ത് ഒട്ടിച്ചിട്ട് വെള്ളം എടുത്ത് ഇവന്റെ നേർക്കങ്ങ് ചീറ്റും. അങ്ങനെ അത് കണ്ട പ്രേതം പേടിച്ചു പോകുമ്പോഴാണ് ഇവൾ അതിന്റെ നേർക്കൊഴിച്ച് തന്നെ ആ പ്രേതത്തിന് ഇവിടെ നിന്ന് പറഞ്ഞയക്കും. പക്ഷെ അതേസമയം ഇവൾ ഓസും കൊണ്ട് വെള്ളം അടിച്ചത് ഇവന്മാരുടെ ദേഹത്തെല്ലാം വെള്ളമായി കാണും. അതുകൊണ്ട് അവസാനം ഗിൻഹുവിന് ബോധം വന്ന് അവൻ അവിടുത്തെ ടാപ്പ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇവൾ ഇത് എന്തോ കാണിക്കുന്നതെന്ന് ചോദിക്കും. അപ്പനാണ് അവളും ഈ പ്രേതം എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞ് അവളൊന്നും പറയാതെ അവനെ നോക്കി ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം സാർ ഇവരെയൊക്കെ പൊക്കിയിട്ട് ബാത്റൂമിൽ ഇരുന്ന് വെള്ളം അടിച്ച് കളിക്കുന്നതെന്ന് പറഞ്ഞ് അവർക്കൊക്കെ പനിഷ്മെന്റ് എടുക്കും. പക്ഷെ അതേസമയം അവൻ അവളുടെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുമ്പോഴാണ് ഇവളും മനഃപൂർവ്വം അല്ല അവൾ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പം അവനാണ് എന്തായാലും ഇവന്റെ അടുത്ത് തന്നെ വരണ്ടെന്ന് പറയും. കാരണം ഇവന്റെ അടുത്ത് വന്ന അവൾക്കത് ഡേഞ്ചർ ആകത്തേ ഉള്ളൂ. അവന്റെ ഡിസ്റ്റൻസ് ഇനി തൊട്ട് കീപ്പ് ചെയ്തോന്ന് പറഞ്ഞിട്ട് അവനും പനിഷ്മെന്റ് ആയിട്ട് ഈ സ്കൂൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകും. അതിനുശേഷം ഇവളെ സന്തോഷത്തി, ഓ നീ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം ആ വാട്ടർ ഗോസിന്റെ അടുത്ത് നിന്ന് ഇന്ന് ഞാൻ നിന്നെ സേവ് ചെയ്ത്, അല്ല നീ അവിടെ തന്നെ മരിച്ചു പോയനെ. എന്നിട്ട് ഇവൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പം ഇവിടെ അതേസമയം ഇവരുടെ സ്റ്റോർ റൂമിൽ വേറൊരു പ്രേതത്തിനെ കാണിക്കും. അങ്ങനെ ഇതൊരു ഫയർ ഗോസ്റ്റ് ആണ്. അങ്ങനെ ആ പ്രേതവും ഇവരുടെ കൂടെ തന്നെ ആ 3 പനിഷ്മെന്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവരെ കണ്ട് ദേഷ്യത്തി ഇവന്റെ പവർ യൂസ് ചെയ്ത് അവൻ ആ സ്ഥലം ഫുൾ ഇങ്ങനെ തീ കത്തിക്കും. പക്ഷെ ഇതൊന്നും കാണാതെ അവന്മാരെല്ലാരും കൂടെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന സിയോങ്ങയും അവളിത് മനസ്സിലാക്കിയ തീയങ്ങ് അണയ്ക്കും.
എന്നിട്ട് ആ പ്രേതത്തിനോട് ദേഷ്യത്തി നീ എന്തോടെ സ്കൂള് കത്തിക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞ് അതിനോട് ചൂടാകുമ്പം ആ പ്രേതം ഇവളെ കണ്ടെങ്കിൽ ദേഷ്യപ്പെടും. അപ്പനാണ് ഇവളെ കണ്ട് ഇവന്മാരാണ് എന്തോ അടി ഞങ്ങൾ ഈ സ്കൂൾ ഇപ്പം നിനക്ക് കത്തിക്കണം, നീ കാരണം ഞങ്ങൾ പനിഷ്മെന്റ് വാങ്ങിച്ചും പോരാ ഇപ്പൊ നീ ഞങ്ങൾ എതിർത്തൊന്ന് സംസാരിക്കണം എന്ന് ഇവന്മാരും ചൂടാകുമ്പം അവളാണ് പേടിച്ചിട്ട് നിങ്ങളെയല്ല ഞാൻ പറഞ്ഞത്, ഏതിന് അവള് പ്രേതത്തിനോട് സംസാരിച്ചെന്ന് പറയാൻ വേണ്ടി വരും. പക്ഷെ ഇവന്മാരും അത് വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് അവളും പേടിച്ചിട്ട് അപ്പൊ നിങ്ങളോടാ പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാ, കാരണം ഞാൻ കാരണല്ലേ പനിഷ്മെന്റ് കിട്ടി, അതുകൊണ്ട് ഈ സ്ഥലം ഫുള്ള് ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം. ഏതിന് അവന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവളും പറഞ്ഞു നോക്കുമ്പം ഇത് കേട്ട അവന്മാരും അതും നല്ല കാര്യമാണ്, എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി നീ ക്ലീൻ ചെയ്തോ. എന്നിന് അവന്മാർക്ക് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവൾക്ക് എന്തെങ്കിലും അവന്മാര് കാരണം പ്രശ്നം വരുമെന്ന് പറഞ്ഞ് ഗിന്നും പേടിച്ച് അടുത്ത് തന്നെ നിന്ന് കാണും. അങ്ങനെ പ്രശ്നമെല്ലാം സോൾവ് ആയതോടെ ഇവൾ ആള് മൊത്തത്തിൽ കൊള്ളാന്ന് പറഞ്ഞ് അവനവിടെ തിരിച്ചുകൊണ്ടിരിക്കും. അതേസമയം തൊട്ടടുത്ത് തന്നെ ആ പ്രേതം ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് വീട്ടിലേക്ക് വരുന്ന അവളാണ് അവൾ എൻ്റെ ഒരിക്കുന്ന എല്ലാ മാന്ത്രിക പേപ്പർ യൂസ് ചെയ്ത് ഇനിയിപ്പോൾ അമ്മ വേണം സഹായിക്കണം എന്ന് പറഞ്ഞ് അവൾ അമ്മയോട് സഹായം ചെയ്യിക്കും. അപ്പോഴാണ് അമ്മയും കുറച്ച് മാന്ത്രിക പേപ്പർ ഇവളുടെ കൊടുത്തിട്ട് പ്ലാൻ ഇല്ല ചുമ്മാ ഇങ്ങനെ എടുത്ത് ചാടാതിരെന്ന് പറഞ്ഞ് അവൾക്ക് കുറെ അഡ്വൈസ് കൊടുക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവൾ സന്തോഷെത്തി ഓ അമ്മേ നിങ്ങൾ എനിക്ക് വേണ്ടി ഈ മാന്ത്രിക പേപ്പർ സ്വന്തമായിട്ട് ഉണ്ടാക്കി തന്നു. എന്നിന് ഇവൾ വഹിക്കുമ്പോഴാണ് അമ്മയും ഓ പിന്നെ നിനക്ക് വേണ്ടി ആര് ചെയ്യുന്നത്, നീ ഇതിനുമ്പോ വാങ്ങിച്ച മന്ത്രവാദി ഇല്ലേ അവന്റെ അടുത്ത് തന്നെ ഞാനും വാങ്ങിച്ച. എന്നിന് അവര് ആ ഫ്ലാഷ് ബാക്ക് പറയും. അങ്ങനെ ഇവൾക്ക് ആ മാന്ത്രിക പേപ്പർ കൊടുക്കാൻ വേണ്ടി ഇവളുടെ അമ്മ അയാളെ പേടിപ്പിച്ചായിരിക്കും ഈ മാന്ത്രിക പേപ്പർ വാങ്ങിച്ചോണ്ടെന്ന്. അതുകൊണ്ട് അവൾ സന്തോഷത്തി ഐ ലവ് യു അമ്മയെന്ന് പറഞ്ഞ് അവർ ഹഗ് ചെയ്തോണ്ടിരിക്കും. അതേസമയം ഇവിടെ മറ്റേ ശ്യാമനാണ് പെണ്ണുമ്പോൾ നീ എന്നെ വാളും കൊണ്ട് നീ പേടിപ്പിക്കുമല്ലേ, ഈ തവണ നിനക്കിട്ട് ഞാൻ ഒരു പണി തന്നിട്ടുണ്ട്, നിനക്ക് ആ മാന്ത്രിക പേപ്പർ ഒട്ടും തന്നെ വർക്ക് ചെയ്യത്തില്ല. എന്നിന് അവനൊരു പ്ലാൻ ചെയ്ത് വെച്ചേക്കും. കാരണം അവൻ തന്ന പേപ്പറിൽ കുറച്ച് ഫ്രോഡ് പരിപാടിയെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാതെ ഇവളാണ് അടുത്ത ദിവസം ഗിന്നും അറിയാതെ എങ്ങനെയൊക്കെ അവന്റെ യൂണിഫോമിനകത്തൊക്കെ ഇത് വെക്കണം എന്നറിഞ്ഞ് അവൾ ട്രൈ ചെയ്തോണ്ടിരിക്കും. പക്ഷെ അവനാണ് ഇവൾ അടുത്തേക്ക് തന്നെ വരാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവളും ക്ലാസ് റൂമിൽ വെച്ച് ഇവനറിയാതെ ഇവന്റെ ഫോണിന്റെ കവറിനകത്ത് വയ്ക്കാന്ന് പറഞ്ഞിരിക്കുമ്പം അവൻ ഇവളെ തന്നെ നോട്ടമിട്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്കൊന്ന് ജീഹവും ഇതൊക്കെ സിമ്പിൾ പരിപാടിയല്ലേ മോളെന്ന് പറഞ്ഞിട്ട് അവൻ ഐസിന് അവന്റെ ദേഹത്ത് നിന്ന് വീണ് ഗിന്നോട് ഫോൺ അടിച്ചു മാറ്റിക്കൊണ്ടെങ്കിൽ വരും. എന്നിട്ട് അവൾ ആ ഫോൺ എടുത്തോണ്ട് ബെഞ്ച് ചെന്നിരിക്കുമ്പോഴാണ് ഇവരുടെ സാറാണ് ഗിന്നുവിന്റെ അമ്മുമ്മയായിട്ട് അവിടേക്ക് വരും. കാരണം അമ്മുമ്മ അവന്റെ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടി കഴിക്കാൻ സ്നാക്സ് ആയിട്ട് വന്നേക്കുക. അതുകൊണ്ട് ഇവർക്കെല്ലാം ഫുഡ് ഷെയർ ചെയ്യുമ്പം അവര് ഫുഡ് പൊളിയാടാന്ന് പറഞ്ഞ് അവന് താങ്ക്സ് അറിഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവനതൊന്നും മൈൻഡ് ചെയ്യാതെ എന്റെ ഫോൺ അവിടെ പോയെന്ന് പറഞ്ഞ് അവനും തപ്പിക്കൊണ്ടിരിക്കും. ഇത് കാണുന്ന ഇവളാണ് പേടിച്ച് നൈസിന് പുറത്തേക്ക് വന്നിട്ട് ആ ഫോണിന്റെ ബാക്കി ആ മാന്ത്രിക പേപ്പർ വയ്ക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ജീഹോയും ഇതുവരെ നീ സാധനം വച്ചില്ല എന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പം കറക്റ്റ് അതേസമയം അവന്റെ അമ്മുമ്മ അവിടേക്ക് വന്ന് ഇവരെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവനെ ഫോം അയച്ച ആ മാന്ത്രിക പേപ്പർ അതിനകത്ത് വെച്ചിട്ട് ഈ സിമ്പിൾ കാര്യത്തിനാണ് പേടിച്ചിരിക്കുന്നതെന്ന് അവളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പം അവന്റെ അമ്മുമ്മ അടുത്തേക്ക് വന്നിട്ട് ഇതെന്റെ പേരക്കുട്ടിയുടെ ഫോണല്ലേ എന്ന് പറഞ്ഞ് അവര് കറക്റ്റായിട്ട് ഗസ് ചെയ്യും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. Kissing booth, taste breakfast, lunch, and gin and juice, and that dinner just like